Welcome my dear students, welcome to our online class. Today we are going to discuss about the Indigo Revolt. Okay, our first topic, Indigo Revolt. So students, all of you listen here. What is Indigo Revolt? Students, 1859 ബംഗാളിലെ ഫാമേഴ്സ് അവരൊരുമിച്ച് സംഘടിച്ചിട്ട് ഇൻഡിഗോ കൃഷി ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തു. 1859 ബംഗാളിൽ അവിടുത്തെ ഇൻഡിഗോ ഫാമേഴ്സ്, അവിടുത്തെ കർഷകർ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവർ പറയുകയാണ് ഇൻഡിഗോ കൃഷി ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു. കാരണം അത് വളരെ നഷ്ടമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അന്നത്തെ കാലത്തെ അമ്പും വില്ലും അതുപോലെ തന്നെ വാള്, കുന്തം ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അവർ അന്നത്തെ ഇൻഡിഗോ ഫാക്ടറികൾ എന്ത് ചെയ്തു? ആക്രമിച്ചു. ആ സമയത്ത് ആ റിവോൾട്ടിൽ ധാരാളം വിമൻസും ആ റിവോൾട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തവരെയും ഈ കലാപകാരികൾ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. ഇങ്ങനെ ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഈ റിവോൾട്ടിനെ പറ്റി അറിഞ്ഞിട്ട് കൽക്കത്തയിൽ നിന്ന് ധാരാളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ റിവോൾട്ട് നടക്കുന്ന ബംഗാളിലെത്തിയിട്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ട മുഴുവൻ കട്ട സപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ഫൈനലി ഇവിടുത്തെ ഇൻഡിഗോ ഫാമേഴ്സ് ഇങ്ങനെ ഒരു കലാപം നടത്താനുള്ള കാരണം ഈ ഇൻഡിഗോയുടെ കൃഷി അൺഇക്കണോമിക്കാണ്. ദാറ്റ് മീൻസ് ലാഭകരമല്ലാത്തതിനാലാണ് ഇവിടുത്തെ ഇൻഡിഗോ കൃഷി അവസാനിപ്പിക്കണമെന്ന് ആ കമ്മീഷൻ തന്നെ എന്ത് ചെയ്തു? നിർദ്ദേശിക്കുകയും ചെയ്തു. സോ ഓൾ ഓഫ് യു ലിസൺ ഹിയർ. വാട്ട് ഈസ് ഇൻഡിഗോ റിവോൾട്ട്? In 1859, the farmers of Bengal organized themselves and they declared we are giving up indigo cultivation. And also they attacked indigo factories with using bows, arrows, swords, spears, etc. At that time, several women also participated in the revolt. All of you listen here. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. 1859 ബംഗാളിലെ ഫാമേഴ്സ് അവർ ഓർഗനൈസ് ചെയ്തു. അവർ തന്നെ ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവർ ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു, ദേ വർ ഗിവിങ് അപ്പ് ഇൻഡിഗോ കൾട്ടിവേഷൻ. എന്ത് ചെയ്യുകയാണെന്നാണ് അവർ പറഞ്ഞത്? ഇൻഡിഗോ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദേ അറ്റാക്ക്ഡ് ഇൻഡിഗോ ഫാക്ടറീസ്. അവർ എവിടെയുള്ള ഇൻഡിഗോ ഫാക്ടറീസ് അറ്റാക്ക് ചെയ്തു. വിത്ത് യൂസിങ് ബോസ്, ആരോ, സോർഡ്സ് ആൻഡ് സ്പിയേഴ്സ്. സെവറൽ വിമൻ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. ഈ കലാപത്തിൽ നിരവധി സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദ റൈറ്റേഴ്സ് മീൻസ് കലാപം നടത്തുന്ന ആളുകൾ, കലാപകാരികൾ. എക്സ്കമ്മ്യൂണിക്കേറ്റഡ്, വധിച്ചു. ആരെയാണ് അവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ദ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ് ആൻഡ് ദോസ് ഹു വർക്ക്ഡ് ഫോർ ദ ബ്രിട്ടീഷ്. ആരെയാണ്? ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തവരെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തവരെയും ഈ കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഹിയറിംഗ് ദ ന്യൂസ്, സെവറൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കട്ട reached the revolt area and extended their support. Hearing the news, ഈ റിവോൾട്ടിൻ്റെ വാർത്ത കേട്ട് സെവറൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കട്ടയിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടിയ ഒത്തിരി ആളുകൾ റീച്ച്ഡ് ദ റിവോൾട്ട് ഏരിയ, ഈ കലാപം നടക്കുന്ന ബംഗാളിലേക്ക് വന്നു. ആൻഡ് എക്സ്റ്റെൻഡഡ് ദെയർ സപ്പോർട്ട്, അവർ ഈ കലാപകാരികൾക്ക് വേണ്ട മുഴുവൻ കട്ട സപ്പോർട്ട് നൽകുകയും ചെയ്തു. ദ റിവോൾട്ട് ഹാഡ് എ സ്ട്രോങ് എഫക്റ്റ് ഓൺ ദ ഗവൺമെൻറ്. ഈ കലാപം ഗവൺമെൻറ്റിൽ ഒരു സ്ട്രോങ് എഫക്റ്റ് ചെലുത്തി, വലിയ സ്വാധീനം ചെലുത്തി. ആ സമയത്ത് government immediately appointed a commission for what? To study the problem of the indigo farmers. ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് ദ ഇൻഡിഗോ ഫാമേഴ്സ്. ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ഗവൺമെൻറ് ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. Finally, the commission found out that the indigo farming was uneconomic
ആൻഡ് പ്രപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. കമ്മീഷൻ എന്താ കണ്ടെത്തിയത്? ഇൻഡിഗോ ഫാമിംഗ് എന്താണ്? ലാഭകരമല്ല, അൺഇക്കണോമിക് ആണ്. ആൻഡ് ദേ പ്ലാൻഡ് ടു സ്റ്റോപ്പ് ഇറ്റ്, ദേ പ്രപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. അവരെന്ത് തീരുമാനിച്ചു? ഈ ഇൻഡിഗോ കൃഷി നിർത്തലാക്കാൻ, അവസാനിപ്പിക്കാമെന്നും ഈ കമ്മീഷൻ എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു. So students, all of you understood what is Indigo revolt? So students, our next topic, peasants revolt in Kerala. കേരളത്തിലെ കർഷക കലാപങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു നമ്മുടെ മലബാർ. ഈ മലബാറിലും എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? ഒത്തിരി റിവോൾട്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു മലബാർ. ഇവിടെ മലബാറിൽ ലാൻഡ് ലോഡ്സിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ സപ്രഷനും, അവരുടെ ചൂഷണവും അതുപോലെ അവരുടെ അടിച്ചമർത്തലുമാണ് നമ്മുടെ മലബാറിൽ കർഷകരെ റിവോൾട്ടിലേക്ക് നയിച്ചത്. ഈ ജമ്മിമാരെന്ന് പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമി ഉണ്ടാകും, അവരായിരിക്കും ആ ലാൻഡിൻ്റെ ഓണേഴ്സ്. അവരുടെ കീഴിലാണ് കർഷകൻ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അവർ ആ ലാൻഡ് ലോഡ്സ് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരാരെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അവിടെയുള്ള ഫാമേഴ്സിനെ. അതുപോലെ തന്നെ അവരവരുടെ സപ്രസ് ചെയ്യും, അടിച്ചമർത്തുകയും ചെയ്യും. ഇതിനെതിരെയാണ് ആക്ച്വലി മലബാറിൽ എന്ത് നടന്നത്? റിവോൾട്ട് നയിച്ചത്. ഇവിടെ ലാൻഡ് ലോഡ്സിനെയാണ് ബ്രിട്ടീഷുകാർ ലാൻഡിൻ്റെ ഓണേഴ്സായിട്ട് കൺസിഡർ ചെയ്തത്. ലാൻഡ് ലോഡ്സിനെയാണ് ഭൂമിയുടെ ഉടമകളായിട്ട് ആര് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ. ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ഈ ലാൻഡ് ലോഡ്സ് നടത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എവിക്ഷൻ ഓഫ് ടെനൻറ്റ്. ദാറ്റ് മീൻസ് എന്താണെന്നറിയാം, അവരെ കുടിയൊഴിപ്പിക്കുക. ഇങ്ങനെ ഒരു ജമ്മിൻ്റെ വലിയൊരു പാടമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു എൻഡിൽ ചെറിയൊരു കുടിലുണ്ടാകും. ആ കുടിലാണ് നമ്മുടെ ഈ ടെനൻറ്റ് മീൻസ് കർഷകൻ, അവൻ കുടിയാനാണ് ജമ്മിയുടെ. നിങ്ങൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ അവിടെ താമസിക്കുന്ന കുടിയാന് ടാക്സൊക്കെ കൊടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ജന്മിക്ക് ലാൻഡ് ലോഡ്സിന് അയാളുടെ വർക്കിൽ അതിനേക്കാൾ കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ ഈ ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്യും? ആ നമ്മുടെ ടെനൻറ്റിന് എന്ത് ചെയ്യും? ഒഴിപ്പിക്കും അയാളുടെ. അതിനെയാണ് എവിക്ഷൻ ഓഫ് ടെനൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടെ ജമ്മിമാർ നടത്തിയ ഈ എവിക്ഷൻ ഓഫ് ടെനൻറ്റ്, കുടിയൊഴിപ്പിക്കലടക്കമുള്ള ഒത്തിരി ദ്രോഹ നടപടികൾക്കെതിരെയാണ് ആക്ച്വലി മലബാറിൽ എന്ത് നടന്നിട്ടുള്ളത്? കലാപം നടന്നിട്ടുള്ളത്. സൗത്ത് മലബാറിലെ കർഷകർ എന്ന് പറയുന്നത് അവിടെ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള, അവിടുത്തെ ലാൻഡ് ലോഡ്സിൽ നിന്ന്, ലാൻഡിൻ്റെ ഓണേഴ്സായിട്ടുള്ള, ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ലാൻഡ് ലോഡ്സിൽ നിന്ന് സ്ഥലം റെൻറ്റിന്, പാട്ടത്തിന് എടുത്തിട്ട് അതിൽ കൃഷി ചെയ്ത് അങ്ങനെ അവിടെ ടെനൻസ് ആയിട്ടുള്ള കുടിയാന്മാരായിരുന്നു സൗത്ത് മലബാറിലെ കർഷകരെന്ന് പറയുന്നത്. ഇവരിൽ ഭൂരിഭാഗവും മെജോറിറ്റി വരുന്ന പെസൻസും കർഷകരും മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് തന്നെ 19th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ സൗത്ത് മലബാറിലെ കർഷകരിൽ കൂടുതലും ആരായിരുന്നു? മാപ്പിളമാരായിരുന്നു. ഈ സൗത്ത് മലബാറിലെ കർഷകർ അവിടെയുള്ള ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ലാൻഡിൻ്റെ ഓണേഴ്സായിട്ടുള്ള ലാൻഡ് ലോഡ്സിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കുടിയാന്മാരായിരുന്നു. എവിടുത്തെ കർഷകർ? ഈ സൗത്ത് മലബാറിലെ കർഷകർ. ആ സൗത്ത് മലബാറിലെ കർഷകരിൽ കൂടുതൽ ആളുകളും ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു, അഥവാ മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് 19th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപം എന്ത് എന്നറിയപ്പെടുന്നുണ്ട്? മാപ്പിള പ്രൈസിങ്, മാപ്പിള കലാപം എന്ന് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. സോ സ്റ്റുഡൻസ്, all of you listen here. What is peasant revolt in Kerala? ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസൻറ്റ് സ്ട്രഗിൾ. ഇപ്പോൾ ധാരാളം കർഷക കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലബാർ. ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട് ഇൻ മലബാർ. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റിവോൾട്ട് നടത്തിയത്? എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ബ്രിട്ടീഷുകാരും ലാൻഡ് ലോഡ്സും നടത്തുന്ന സപ്രഷനും എക്സ്പ്ലോയിറ്റേഷനും മൂലമാണ് ഫാമേഴ്സ് ലെഡ് ടു ദ റിവോൾട്ട് ഇൻ മലബാർ. മലബാറിൽ ഫാമേഴ്സ് എന്ത് നടത്തിയത്? റിവോൾട്ട് നടത്തിയത്. അറ്റ് ദാറ്റ് ടൈം ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ജെമ്മി ആസ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്.
ലാൻഡിൻ്റെ ഓണേഴ്സായിട്ട് ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തത്, പരിഗണിച്ചത് ആരെയായിരുന്നു? ജന്മിമാരെയായിരുന്നു. ദാറ്റ് മീൻസ് ലാൻഡ് ലോഡ്സിനെയായിരുന്നു. ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സ് നടത്തുന്ന അട്രോസിറ്റീസ്, അതിക്രമണങ്ങൾക്കെതിരെയാണ് ഈ മലബാറിലെ കലാപങ്ങൾ എന്ന് പറയുന്നത്. ആ അട്രോസിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് എവിക്ഷൻ ഓഫ് ടെനൻസ്, കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ളത്. സച്ച് അട്രോസിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ്, അതിക്രമണങ്ങളെല്ലാം തന്നെ ആര് ചെയ്യുന്നത്? അവിടെയുള്ള ലാൻഡ് ലോഡ്സ് ചെയ്യുന്നത്. ദ ഫാമേഴ്സ് ഓഫ് മലബാർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് മാപ്പിള പ്രൈസിങ്? ദ ഫാമേഴ്സ് ഓഫ് സൗത്ത് മലബാർ വർ ടെനൻറ്റ്. സൗത്ത് മലബാറിലെ ഫാമേഴ്സ് ആരായിരുന്നു? ടെനൻറ്റ്സ് ആയിരുന്നു. ദേ കൾട്ടിവേറ്റഡ് ദ ലാൻഡ് ഒബ്റ്റെയിൻഡ് ഓൺ ലീസ് ഫ്രം ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സിൽ നിന്ന് ലീസിന്, പണയത്തിന് വാങ്ങുന്ന ലാൻഡിലാണ് ഈ സൗത്ത് മലബാറിലെ ഫാമേഴ്സ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദിസ് ടെനൻസ് വേർ മാപ്പിളാസ്. അതിൽ കൂടുതൽ ടെനൻസും ആരായിരുന്നു? മാപ്പിളാസ് ആയിരുന്നു. സോ ദി സ്ട്രഗിൾ ദാറ്റ് ഹാപ്പൻ ഇൻ ദ 19th century ആർ നോൺ ആസ് മാപ്പിള റെബല്യൻ. 19th centuryയിൽ നടന്ന ഈ റിവോൾട്ടിനെയാണ് മാപ്പിള റെബല്യൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഏകദേശം 22ഓളം റിവോൾട്ടാണ് മലബാറിലുണ്ടായിരുന്നത്. ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി, അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ തന്നെ രൂപീകരിച്ചു. തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി, തുടർച്ചയായിട്ട് അവിടെ റിവോൾട്ട് ഉണ്ടാകുന്നതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ദാറ്റ് ഈസ് നോൺ ആസ് വില്യം ലോഗൻ കമ്മീഷൻ. സോ തുടർച്ചയായ റിവോൾട്ടിനെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ദെൻ ഫൈനലി ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം, തെറ്റായ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അറൗണ്ട് 22% റിവോൾട്ട് ടു പ്ലേസ് ഇൻ മലബാർ. മലബാറിൽ ഏകദേശം 22% റിവോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ടു സപ്രസ് ദ റിവോൾട്ട്, ദ ബ്രിട്ടീഷ് റൈസ്ഡ് എ സ്പെഷ്യൽ ആർമഡ് പോലീസ് ബാറ്റലൈൻ ദാറ്റ്സ് നെയ്മഡ് മലബാർ സ്പെഷ്യൽ പോലീസ്. ആ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉയർത്തിക്കൊണ്ടുവന്ന സ്പെഷ്യൽ ആർമഡ് പോലീസിനെയാണ് MSP എന്ന് പറയുന്നത്. ടു ആങ്കർ അബൌട്ട് ദ ഫ്രീക്വൻറ്റ് റിവോൾട്ട്, തുടരെ ഉണ്ടായിട്ടുള്ള റിവോൾട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ദിസ് കമ്മീഷൻ പോയിൻ്റ് ഔട്ട് ദാറ്റ്, ഈ കമ്മീഷൻ എന്ത് ചെയ്തു? ചൂണ്ടിക്കാണിച്ചു, കണ്ടെത്തി. that the cause of the struggle was the unfair land revenue system of the British. അപ്പോൾ ഈ കമ്മീഷൻ എന്താ പോയിൻ്റ് ഔട്ട് ചെയ്തത്? സ്ട്രഗിളിൻ്റെ കോസ് എന്ന് പറയുന്നത് അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് റിവോൾട്ടിന് കാരണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്തു. Students, all of you understood what is Indigo revolt and what is the peasants revolt in Malabar? Okay, so let's wind up our today's class. See you in the next class. Thank you. Bye bye.